സ്ഥാനാർത്ഥിയാകാൻ വല്ല മോഹമുണ്ടോ? എനിക്ക് ഇപ്പോഴില്ല, നിലവിലില്ല. കാരണം ഞാന് ഈ കലയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല. ഞാൻ എത്രയോ നാളായിട്ട് അതുകൊണ്ടാണ് ജീവിക്കുന്നത്. കലയിലൂടെയാണ് കൂടുതലും എന്നെ ജനങ്ങൾ അറിയുന്നതും ഇഷ്ടപ്പെടുന്നതും എല്ലാം. ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം കലയാണ്. ഇല്ല എന്ന് പറയാനും കഴിയില്ല. ഞാനിപ്പോ എന്നോടൊരു 5 വർഷം മുമ്പ് രാഷ്ട്രീയം തുറന്നു പറയുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എന്നോടൊരു 8 വർഷം മുമ്പ് താൻ സിനിമ സംവിധാനം ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് വെറുതെ ഒരു കാര്യം ഇല്ല. ഇപ്പൊ എന്നോട് അലി പിഷാരടിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല. എന്തിനില്ലെന്ന് പറയുന്നത്? ആയിക്കൂടെ, ചിലപ്പോ ആകാലോ. അപ്പം ഉറപ്പില്ല, എനിക്കറിയില്ല. എന്ത് ചോദിക്കുന്നത് നാളത്തെ കുറിച്ചാണ്. എന്ത് സംഭവിക്കാം? നാളത്തെ കുറിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, അതിൽ ഞാൻ മാത്രം ഒരു തീരുമാനം എടുത്താൽ നടക്കുന്ന കാര്യം ഒന്നിനെ ചോദിക്കുന്നത് അല്ലേ? അപ്പൊ എനിക്ക് അതിന് ഒരു വളരെ റിജിഡായിട്ട് ഇന്നതാണ് സംഭവിക്കുന്നത്, ഇന്ന പോലെ വരുന്ന ഒരു ഉത്തരം ഇപ്പോൾ പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സാധ്യമായ കാര്യങ്ങളിൽ ഉത്തരം പറയാം. സാധ്യമായ കാര്യങ്ങളിൽ ഉത്തരം പറയാം. എനിക്ക് പിഷാരടിയിൽ കണ്ട ഒരു ക്വാളിറ്റി, ഞാൻ ഒരു മാധ്യമപ്രവർത്തനാണ്, എനിക്ക് രാഷ്ട്രീയമുണ്ട്, എനിക്ക് കലയുണ്ട്, ഇതെല്ലാം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. സ്വയം പറയുകയാണ്, അത് തന്നെയാണ്. പക്ഷെ പരസ്യമായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ മലയാള സിനിമയിൽ ഞാൻ കണ്ട കുറച്ചു പേരോട്, അത് പിഷാരടിയെ ഞാൻ അഭിനന്ദിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. കാരണം പിഷാരടി പറഞ്ഞ പ്രസംഗം, ഭാരത് ജോഡോ യാത്രയിൽ എനിക്കും കമലഹാസനും ഒന്നുപോലെയാണ്, ഞങ്ങൾ ഒരുമിച്ച് നടന്നവരാണ്. സൗത്തിൽ പുള്ളി നടന്നു, ഞങ്ങൾ നടന്നു. അത് അഭിമാനത്തോടു കൂടി യൂത്ത് കോൺഗ്രസ് സമ്മേളന വേളയിലാണ് അത് പറയുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. പിഷാരടി സ്വന്തം രാഷ്ട്രീയം, എന്റെ രാഷ്ട്രീയം ഇതാണ്, ഞാൻ KSU പ്രസ്ഥാനത്തിലൂടെ വന്നതാണെന്ന് പരസ്യമായിട്ട് പറയാം. അതിന് മുമ്പ് പറഞ്ഞു പ്രസ്ഥാനത്തിലൂടെ വന്നതെന്നല്ല ഞാൻ പറഞ്ഞു. മിമിക്രി ഉണ്ടായിരുന്നു. എന്റെ വീട്ടില് INTUസിലായിരുന്നു അച്ഛൻ ജോലി ചെയ്ത കമ്പനിയിൽ ഉണ്ടായിരുന്നത്. ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു. സലീമേട്ടന്റെ ട്രൂപ്പിലാണ്. സലീമേട്ടൻ വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു. സലീമേട്ടന്റെ ഗ്രൂപ്പിൽ മാനേജറായിട്ടാണ് പോകുന്നത്. ട്രൂപ്പിൽ മാനേജറായിട്ടാണ് പോകുന്നത്. അന്ന് താങ്കളിലുള്ള കല മനസ്സിലാകാതെ മാനേജറാക്കി വെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. കല മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഒക്കെ കുറച്ചുകൂടെ ഓർമ്മിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്നുള്ളൂ. പിന്നെ ഈ ഒരുപാട് പേര് തുറന്നു പറയാത്തതെന്ന് പറയുന്നത്, സുരേഷ് ഗോപി പക്ക പറയുന്ന ഒരാളാണ്. പക്ക പറഞ്ഞ ആളാണ് സുരേഷ് ഏട്ടൻ, പക്ക പറഞ്ഞ ആളാണ്. ഞാൻ ഈ ഇടയ്ക്ക് അത് പറയാം. അപ്പം ഈ തുറന്നു പറയൽ എന്ന് പറയുന്നത് കൊണ്ട് കുറച്ച് ലോസ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് പലരും അത് പറയാത്തത്. പിന്നെ എല്ലാവരും പറയും നമുക്ക് എല്ലാവരും വേണം, എല്ലാവരുടെയും ഇഷ്ടം നമുക്ക് വേണം. അതൊരു ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് എല്ലാവരും വേണം എന്ന് പറയുന്നത്, നമ്മൾ എത്ര പേർക്കുണ്ട് എന്നുള്ളത് നമ്മൾ കൺഫ്യൂസിങ് ആയിട്ടിരിക്കുകയും നമുക്ക് എല്ലാവരും വേണം എന്ന് പറയുന്ന രീതിയിലാണ് ഇവരെല്ലാവരും ഇത് പറയാത്തത്, ഗുപ്തമായിട്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. ഒരു സാഹചര്യം വന്നപ്പോൾ അത് പറയേണ്ടത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വലിയ കർത്തവ്യമാണ്. ഞാനത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ മര്യാദകൾ പാലിക്കണം എന്ന് ഞാൻ ഫ്രം ദി വെരി ബിഗിനിങ് അതിൽ വിചാരിച്ചിരുന്നു. ഞാൻ ആ മര്യാദ പാലിച്ചിട്ടുമുണ്ട്. പക്ഷെ പിഷാരടി അവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ പേരെടുത്ത് പറയാതെ CPM-നെ പരസ്യമായിട്ട് വിമർശനം നടത്തിക്കൊണ്ടാണ് പിഷാരടി ഒരു യാത്ര പോകുന്നത്. അല്ല, കേരളയിലെ കാര്യം പറയുന്നുണ്ട്. CPM-നെ നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അതല്ല, പിഷാരടി പറയാതെ മറ്റുള്ളവർ വായിച്ചെടുക്കുന്നു. പിഷാരടി പറയുന്ന വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് അരിഭായി അവിടെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നല്ലോ. ഞാൻ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഡീസൽ അടിച്ച് എന്റെ വണ്ടി ഓടിച്ചിട്ടാണ് 10-30 മണ്ഡലത്തിൽ പ്രചരണത്തിന് പോകുന്നത്. 1 രൂപ മേടിച്ചിട്ടല്ല ഞാൻ ഈ 10-30 മണ്ഡലങ്ങളിലും പോകുന്നത്. ഈ 30 സ്ഥലത്തും ഞാൻ പോയ ആ സ്ഥാനാർത്ഥിയെ കുറിച്ചല്ലാതെ എതിർ സ്ഥാനാർത്ഥിയുടെ മെറിറ്റ്സോ ഡിമെറിറ്റ്സോ പേരോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. മര്യാദയാണല്ലോ. ഞാൻ അവരെ പറ്റി ഒരു കുറ്റവും എവിടെയും പറയുന്നില്ല. ആകെ ഞാൻ എന്റെ സ്റ്റേജ് പ്രോഗ്രാമുകൾ, എന്റെ ടെലിവിഷൻ ഷോസ്, ഞാൻ ചെയ്യുന്ന സിനിമകൾ, ഇവിടെ എവിടെയും ഞാൻ രാഷ്ട്രീയം 1% കലക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല. ഞാൻ രാഷ്ട്രീയം പറഞ്ഞത് രാഷ്ട്രീയം പറയാൻ വിളിച്ച സ്റ്റേജിലാണ്. ഞാൻ ഫേസ്ബുക്കിൽ അധികം രാഷ്ട്രീയം ഇടാറില്ല, അധികം അല്ല, ഇട്ടിട്ടില്ല. അതിലുള്ള എന്റെ ഫോളോവേഴ്സിൽ അല്ലെ കൂടെ നിൽക്കുന്ന ആരും അത് രാഷ്ട്രീയം കണ്ട് വന്നവരല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ ഇപ്പോഴുള്ള പേജുകളിൽ പോയി രാഷ്ട്രീയം പറയാൻ റെഡിയല്ല, ഇപ്പോൾ റെഡിയല്ല. ഇനി ഞാൻ അങ്ങനെ പറയണേ എനിക്ക് മറ്റെന്തോ ഒരു മാധ്യമം തുടങ്ങി ഞാൻ ഇതിൽ പറയും എന്ന് പറഞ്ഞിട്ട് എനിക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആ 30 സ്ഥലത്തിന് പേര് പറഞ്ഞില്ല. ഈ തൃശ്ശൂരെ യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനത്തിന് എന്നെ വിളിക്കുമ്പോൾ പോലും ഞാൻ 10ാമത് പ്രസംഗിക്കുന്ന ആളാണ്. 10 പേര് പ്രസംഗിച്ചു. 10 പേര് വലിയ രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വലിയ നേതാക്കൾ 10 പേര് പ്രസംഗിച്ചു. 10ാമത് പ്രസംഗം എന്നോട് 10 മിനിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ 9 മിനിറ്റ് 52 സെക്കൻഡ് എങ്ങാണ്ട് പ്രസംഗിച്ചേക്കുന്നത്. എനിക്ക് അതിനൊരു കണക്ക്, ഒരു ക്ലോക്ക് മനസ്സിലോടും. എനിക്കറിയാം ഏതാണ്ട് എത്ര നേരമായിരുന്നു. അപ്പോഴും ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല, ഒരു പാർട്ടിയുടെയും പേര് പറഞ്ഞില്ല. കുറച്ച് നർമ്മമുള്ള, വലിയ കേൾക്കുന്നവന് ചിരി വരുന്ന ഒരു നർമ്മമുള്ള കാര്യം പറയാം എന്ന് പറഞ്ഞു.
അതിൽ കണ്ടന്റ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പാലിക്കാവുന്ന എല്ലാ മര്യാദകളും വളരെ കൃത്യമായി പാലിച്ചു തന്നെയാണ് ഇതുവരെയുള്ള രാഷ്ട്രീയം. ഇവിടെയും പുതുപ്പള്ളിയിലും 9 മിനിറ്റ് വീതം 18 മിനിറ്റ് ഞാൻ ആകെ കേരളത്തിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ വല്ല ഇനി പറയേണ്ടി വന്നാൽ പറയാം. ഇതുവരെ 10-18 മിനിറ്റേ അല്ല, ആ പറഞ്ഞിട്ടുള്ളൂ. 18 മിനിറ്റ് പറഞ്ഞ നർമ്മത്തോടു കൂടി പറഞ്ഞത് കേരളം ചർച്ച ചെയ്യും, കേരളം ഏറ്റെടുക്കുകയും പിഷാരടിക്ക് പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസിൽ നിന്നും പൂർണ്ണ പിന്തുണയും, അതോടൊപ്പം തന്നെ പിഷാരടിക്ക് നേരെ എതിരായിട്ട് CPM സൈബറിൽ നിന്നും അക്രമവും ഉണ്ടായിട്ടുണ്ട്. സൈബറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ, സൈബറിൽ നിന്ന് മേജർ അക്രമം ആൾക്കാർ ആരും അല്ല, സൈബറിൽ നിന്ന് അക്രമം ഉണ്ടായിട്ടുണ്ട്. അത് ട്രോളുകളായി വരികയും ചെയ്തു. അവിടെ പിഷാരടി പറഞ്ഞ 1-2 കാര്യങ്ങളാണ് ഞാൻ അതിൽ നിന്ന് ഞാൻ കൃത്യമായി എടുത്തത്. ഒന്ന് എടുത്തത്, പണ്ടങ്ങോ എഴുതി വെച്ച പുസ്തകവുമായിട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്നു, ഏതോ സ്വർഗരാജ്യത്തിൽ പോകാമെന്ന്. അത് CPM മാത്രം ഉദ്ദേശിച്ചാണെന്ന് ആർക്കും അറിയാം, ഇല്ലേ? തീർച്ചയായിട്ടും അറിയാം. വിചാരിച്ചോളൂ. അല്ല, അറിയാമല്ലോ. ആയിക്കോട്ടെ, ഇനി ഞാൻ പറയാം. അതായത് എനിക്ക് കൃത്യമായിട്ട് 1800-കളുടെ പകുതി, 1850-ലോ 40-ലോ ഒക്കെയാണ് ഇത് മാർക്സ് ഇത് എഴുതുന്നത്, ഈ ആശയങ്ങളൊക്കെ എഴുതുന്നത്. അപ്പം ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെയോ രാഷ്ട്രീയക്കാരെയോ അല്ല, കമ്മ്യൂണിസം എന്ന ആശയത്തെക്കുറിച്ച് ഗ്ലോബൽ കമ്മ്യൂണിസം കമ്മ്യൂണിസത്തിനെതിരാണോ? കമ്മ്യൂണിസം പ്രാക്ടിക്കൽ അല്ലെന്നുള്ള ബോധ്യമുണ്ട്. എതിർക്കേണ്ട കാര്യമില്ല, ആളുകൾക്ക് എന്ത് വേണേലും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ള ലോകത്ത് ഞാൻ എന്തിനാ, എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ചോറുണ്ടെന്ന ഒരാളെ ഞാൻ എതിർക്കേണ്ട കാര്യമുണ്ടോ? അവരുണ്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചപ്പാത്തി തന്നെയുള്ളൂ. അപ്പൊ ഇത് പ്രാക്ടിക്കൽ അല്ല, ഈ ഐഡിയോളജി പ്രാക്ടിക്കൽ അല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. നമ്മുടെ നാട്ടിൽ ഡെമോക്രസിയുടെ ഫിൽട്ടറിലൂടെ വരുന്നൊരു കമ്മ്യൂണിസമാണ്. അത് കമ്മ്യൂണിസ്റ്റ് എന്ന് പേരുള്ള ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടി എന്നല്ലാതെ വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പുൽകി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണണ്ട. അങ്ങനെ ഇല്ല. കാരണം കമ്മ്യൂണിസം പ്രാക്ടിക്കൽ അല്ല. കമ്മ്യൂണിസം പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, നിങ്ങൾ നോക്കിയാൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ന് നോക്കിയാൽ, അധികാരവും പണവും ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഗവൺമെന്റ് ഇത് കളക്ട് ചെയ്ത് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. ഇതാണല്ലോ കമ്മ്യൂണിസം, ആണോ? അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ അധികാരവും പണവും ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഗവൺമെന്റ് ഇത് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. തുല്യത പ്രാക്ടിക്കൽ അല്ല. തുല്യത എന്ന് പറയുന്നത് ഏത് ഭരണം വന്നാലും ഇത് തന്നെയാണ് കേട്ടോ. ഏത് ഭരണം വന്നാലും ഐഡിയോളജി, ഭരണമല്ല, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി. തുല്യത പ്രാക്ടിക്കൽ അല്ല. കാരണം ഹ്യൂമൻസ് ആർ ബോൺ ഡിഫറെന്റ്. നമ്മൾ ജനിക്കുന്നത് ഓരോരുത്തരും വ്യത്യസ്തരായിട്ടാണ്. ഈ വ്യത്യസ്തരായ ആൾക്കാരെയാണ് നമ്മൾ തുല്യരാക്കാന്നെന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും നാസിസ്റ്റ് ആണ്, ഭയങ്കര സെൽഫ് സെന്റേർഡ് ആണ്. ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഇല്ലാത്ത ഒരു 3 വയസ്സുള്ള കൊച്ചിന്റെ ഒരു കളിപ്പാട്ടം മേടിച്ച് നിങ്ങൾ അപ്പുറത്തിരിക്കുന്നവന് കൊടുത്താൽ ഇവൻ കരയും. ഇവര് തമ്മിൽ ഈ കളിപ്പാട്ടത്തിന് വേണ്ടി വഴക്കുണ്ടാക്കും. ഈ 3 വയസ്സുള്ള കൊച്ചിന് ഇത് പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇവന് വല്ല പാർട്ടി അറിയാവോ? അത് നമ്മുടെ ജനറ്റിക്സിൽ എഴുതിയിട്ടുള്ള സാധനമാണ്. നമ്മുടെ എന്താ പറയുന്നത്, ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്.